അധ്യായം 17. യഹൂദ രാജാവായ ആഹാസിന്റെ 12-ാം ആണ്ടിൽ ഏലിയുടെ മകനായ ഹോശേയ ഇസ്രായേലിന്റെ രാജാവായി ശമര്യയിൽ 9 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തനിക്ക് മുമ്പുള്ള ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ അല്ലതാനും. അവന്റെ നേരെ അശൂർ രാജാവായ ശൽമനേസർ പുറപ്പെട്ടു വന്നു. ഹോശേയ അവന് ആശ്രിതനായി തീർന്നു, കപ്പം കൊടുത്തു വന്നു. എന്നാൽ ഹോശേയ മിസ്രയീം രാജാവായ സോവിന്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അശൂർ രാജാവിന് ആണ്ടുതോറുമുള്ള കപ്പം കൊടുത്തയക്കാതിരിക്കുകയും ചെയ്ത നിമിത്തം അശൂർ രാജാവ് അവന് ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. അശൂർ രാജാവ് രാജ്യത്തെല്ലായിടവും കൂടി കടന്ന് ശമര്യയിലേക്ക് വന്ന് അതിനെ 3 സംവത്സരം നിരോധിച്ചു. ഹോശേയുടെ 9-ാം ആണ്ടിൽ അശൂർ രാജാവ് ശമര്യയെ പിടിച്ചു ഇസ്രായേലിനെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. ഹലഹിലും ഗോസാൻ നദീതീരത്തിലെ ഹാബൂരിലും മേദ്യരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളെ മിസ്രയീം രാജാവായ ഫറവോന്റെ കൈക്കീഴിൽ നിന്ന് വിടുവിച്ച് മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് അന്യദൈവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി വളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്തു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും പൂജാഗിരികൾ പണിതു. അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചവൃക്ഷത്തിൻ കീഴിലൊക്കെയും വിഗ്രഹസ്തംഭങ്ങളും അശേരാ പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. യഹോവ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളെ പോലെ അവർ സകല പൂജാഗിരികളിലും ധൂപം കാട്ടി യഹോവയെ കോപിപ്പിക്കാൻ തക്കവണ്ണം ദോഷമായുള്ള കാര്യങ്ങളെ പ്രവർത്തിച്ചു. ഈ കാര്യം ചെയ്യരുത് എന്ന് യഹോവ അവരോട് വിലക്കിയിരുന്ന വിഗ്രഹങ്ങളെ അവർ ചെന്ന് സേവിച്ചു. എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദയോടും നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായപ്രമാണത്തിന് ഒത്തവണ്ണമൊക്കെയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടപ്പീൻ എന്ന് സാക്ഷീകരിച്ചു. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശ്ശാഠ്യം കാണിച്ചു. അവന്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത നിയമത്തെയും അവൻ അവരോട് സാക്ഷീകരിച്ച സാക്ഷ്യങ്ങളെയും നിരസിച്ചു കളഞ്ഞു. അവർ വ്യാജത്തെ പിന്തുടർന്ന് വ്യർത്ഥന്മാരായി തീർന്നു. അവരെ പോലെ ആചരിക്കരുതെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ പിന്തുടർന്നു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെയൊക്കെയും ഉപേക്ഷിച്ചു കളഞ്ഞു. തങ്ങൾക്ക് 2 കാളക്കുട്ടികളെ വിഗ്രഹങ്ങൾ വാർപ്പിച്ച് അശേരാപ്രതിഷ്ഠയും ഉണ്ടാക്കി. ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ചു ബാലിനെയും സേവിച്ചു പോകും. അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശം ചെയ്യിച്ചു. പ്രശ്നവും ആഭിചാരവും പ്രയോഗിച്ചു. യഹോവയെ കോപിപ്പിക്കേണ്ടതിന് അവൻ അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു. അതുനിമിത്തം യഹോവ ഇസ്രായേലിനോട് ഏറ്റവും കോപിച്ച് അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യഹൂദാഗോത്രം മാത്രമല്ലാതെ ആരും ശേഷിച്ചില്ല. യഹൂദയും തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇസ്രായേൽ ഉണ്ടാക്കിയ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. ആകയാൽ യഹോവ ഇസ്രായേൽ സന്തതിയെ മുഴുവനും തള്ളി അവരെ താഴ്ത്തി കൊള്ളയിടുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഒടുവിൽ അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യഹോവ ഇസ്രായേലിനെ ദാവീദ് ഗൃഹത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞു. അവർ നെബാത്തിന്റെ മകനായ യൊരോബെയാമിനെ രാജാവാക്കി. യൊരോബെയാം ഇസ്രായേലിനെ യഹോവയെ വിട്ടുമാറുവാൻ ഇടയാക്കി അവരെ കൊണ്ട് വലിയൊരു പാപം ചെയ്യിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ യൊരോബെയാം ചെയ്ത സകല പാപങ്ങളിലും നടന്നു. അവർ അവയെ വിട്ടുമാറാകിയാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരും മുഖാന്തരം അരുളിച്ചത് പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു. ഇന്നുവരെ അവിടെ ഇരിക്കുന്നു. അശൂർ രാജാവ് ബാബേൽ, കൂഥ, ഔവ, ഹമാത്ത്, സെഫർവയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമര്യ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അവർ ശമര്യ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു. അവർ അവിടെ പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല. അതുകൊണ്ട് യഹോവ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവ അവരിൽ ചിലരെ കൊന്നുകളഞ്ഞു. അപ്പോൾ അവർ അശൂർ രാജാവിനെ അറിയിച്ചത്, നീ കുടി നീക്കി ശമര്യ പട്ടണങ്ങളിൽ പാർപ്പിച്ച ജാതികൾ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായികൊണ്ട് അവൻ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവർ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായികയാൽ അവരെ കൊന്നുകളയുന്നു. അതിന് അശൂർ രാജാവ്, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അവിടേക്ക് കൊണ്ടുപോകുവിൻ. അവർ ചെന്ന് അവിടെ പാർക്കുകയും അവർ ആ ദേശത്തെ ദൈവത്തിന്റെ മാർഗം അവരെ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ശമര്യയിൽ നിന്ന് കൊണ്ടുപോയിരുന്ന പുരോഹിതന്മാരിൽ ഒരുത്തൻ വന്ന് ബേഥേലിൽ പാർത്തു. യഹോവയെ ഭജിക്കേണ്ടുന്ന വിധം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. എങ്കിലും അതത് ജാതി താന്താന്റെ ദേവന്മാരെ ഉണ്ടാക്കി ഓരോ ജാതി പാർത്തു വന്ന പട്ടണങ്ങളിൽ ശമര്യർ ഉണ്ടാക്കിയിരുന്ന പൂജാഗിരി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു. ബാബേൽക്കാർ സുക്കോത്ത് ബെനോത്തിനെ ഉണ്ടാക്കി. കൂതക്കാർ നേർഗാലിനെ ഉണ്ടാക്കി. ഹമാത്തുകാർ അശീമയെ ഉണ്ടാക്കി. ഔവക്കാർ നിബ്ഹസിനെയും തർക്കത്തിനെയും ഉണ്ടാക്കി. സെഫർക്കാർ സെഫർവയീം ദേവന്മാരായ അദ്രമേലേക്കിനും അനമേലേക്കിനും
തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. അവർ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പൂജാഗിരി പുരോഹിതന്മാരെ നിയമിക്കുകയും അവർ അവർക്ക് വേണ്ടി പൂജാഗിരി ക്ഷേത്രങ്ങളിൽ യാഗം കഴിക്കുകയും ചെയ്യും. അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോകുന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു. ഇന്നുവരെയും അവർ മുമ്പിലത്തെ മര്യാദ പ്രകാരം തന്നെ ചെയ്യുന്നു, യഹോവയെ ഭജിക്കുന്നില്ല. തങ്ങളുടെ സ്വന്തം പട്ടണങ്ങളെയും മാർഗവിധികളെയും ആകട്ടെ യഹോവ ഇസ്രയേൽ എന്ന് പേർ വിളിച്ച യാക്കോബിന്റെ മക്കളോട് കൽപ്പിച്ച ന്യായപ്രമാണത്തെയും കൽപ്പനയും ആകട്ടെ അനുസരിച്ച് നടക്കുന്നതുമില്ല. യഹോവ അവരോട് നിയമം ചെയ്ത് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ അന്യദൈവങ്ങളെ ഭജിക്കുകയും അവയ്ക്ക് യാഗം കഴിക്കുകയും ചെയ്യാതെ നിങ്ങളെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന യഹോവയെ മാത്രം ഭജിക്കുകയും അവനെ മാത്രം നമസ്കരിക്കുകയും അവന് മാത്രം യാഗം കഴിക്കുകയും വേണം. അവൻ നിങ്ങൾക്ക് എഴുതി തന്ന ചട്ടങ്ങളെയും ന്യായങ്ങളെയും ന്യായപ്രമാണത്തെയും കൽപ്പനയെയും നിങ്ങൾ എല്ലാ നാളും പ്രമാണിച്ച് നടക്കണം. അന്യദൈവങ്ങളെ ഭജിക്കരുത്. ഞാൻ നിങ്ങളോട് ചെയ്ത നിയമം നിങ്ങൾ മറക്കരുത്. അന്യദൈവങ്ങളെ ഭജിക്കുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ മാത്രം നിങ്ങൾ ഭജിക്കണം. എന്നാൽ അവൻ നിങ്ങളെ നിങ്ങളുടെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് വിടുവിക്കും. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ പണ്ടത്തെ മര്യാദ അനുസരിച്ച് നടന്നു. അങ്ങനെ ഈ ജാതികളെ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. പിതാക്കന്മാർ ചെയ്തതുപോലെ പുത്രന്മാരും പൗത്രന്മാരും ഇന്നുവരെ ചെയ്തു വരുന്നു.